ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശാല സമതല ഭൂവിൽ എന്ന ജിയോഗ്രഫി ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC പരീക്ഷകളിൽ ജിയോഗ്രഫിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എക്സാം വ്യൂവിലാണ് നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കുനിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഈ മേഖലകളിൽ ഓരോന്നിൻ്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ് ബാബർ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വേണേ ഇത് കാണാൻ, എന്നാലേ തുടർച്ച കിട്ടുകയുള്ളൂ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. ഓക്കെ, ബാബറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ്, പ്രളയ സമതലങ്ങളെ എന്താണെന്ന് നോക്കാം. പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞു ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങൾ ആയതിനാലാണ് ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നത്. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. ഓക്കെ, പ്രളയ സമതലങ്ങളിലാണ് ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ഒരു പ്രളയ സമതലത്തിന്റെ പിക്ചർ. നദീചാലും നദീതീര തിട്ടകളുമൊക്കെ ഈ ഫിഗറിൽ നമുക്ക് കാണാം. ഇതാണ് ബാബർ മേഖല. ഉരുളൻ കല്ലുകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ബാബർ മേഖല. ഇതൊരു ടെറായ് മേഖലയുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ, തിട്ടകൾ, മണൽ വരമ്പുകളൊക്കെ എന്താണെന്ന്. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും നദീജന്യ ദ്വീപുകൾ വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ട രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. ഓക്കെ, മനസ്സിലായില്ലേ മണൽ വരമ്പുകൾ എന്താണെന്ന്? ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ്. ഇതാണ് ടെറായ് മേഖല. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. ചിത്രം 2.13 നമ്മൾ കാണുന്നത് ടെറായ് മേഖലയാണ്. ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളുമുണ്ട്. ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലങ്ങളാണ് എക്കൽ സമതലങ്ങൾ. ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ടാണ് എക്കൽ സമതലങ്ങൾ ഉള്ളത്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപത്തിനെ എന്താ വിളിക്കുന്നത്? ഖാദർ. ഇതെപ്പോഴും PSC എക്സാമിൽ ചോദിക്കുന്ന പുതിയ എക്കൽ നിക്ഷേപം ഖാദറും പഴയത് ബങ്കറുമാണ്. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതയാണ്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വശക്കാഴ്ച സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് താഴെയുള്ളത്. 2.14 നോക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വശക്കാഴ്ചയാണ് ഹിമാലയം. അതിന് താഴെയായിട്ട് ബാബർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ടെറായ്, ബങ്കർ, ഖാദർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെൽറ്റകൾ എന്താ എന്നാണ്. ഡെൽറ്റ
സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളിൽ അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളതിനാൽ ഇവയ്ക്ക് ഈ പേര് വന്നത്. ഇതാണ് ഡെൽറ്റ പ്രദേശം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, മണ്ണ്, കൃഷി വൈവിധ്യം, ജനജീവിതം എന്നിവ രൂപപ്പെട്ടതിനാൽ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ പോലെ തന്നെ നിർണായകമാണ് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയും. ഉത്തര മഹാസമതലത്തിലെ പ്രധാന കാലാവസ്ഥകൾ നമുക്ക് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയാണ് നമ്മൾ പഠിക്കുന്നത്. ശൈത്യ കാലാവസ്ഥ. ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെ ശൈത്യകാലം എത്തും. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസമാണ് ഡിസംബറും ജനുവരിയും. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത്. കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ തണുപ്പ് കൂടാൻ കാരണം ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച മൂലം അതിശക്തമായിട്ടുള്ള ശീതക്കാറ്റുണ്ട്. കൂടാതെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും കടലിന്റെ സാന്നിധ്യം ഇല്ല. അതും ഒരു കാരണമാണ്. സമുദ്രത്തിന്റെ സ്വാധീനം ഇല്ലാത്തത്. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ഇതിന് കാരണമാണ്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉഷ്ണകാലത്തെ കുറിച്ചാണ്. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടും. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. നമുക്കറിയാം, ഡൽഹിയിലൊക്കെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷമൊക്കെ. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ലൂ എന്ന് പറയുന്ന കാറ്റ്. അതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനിലയെ ഗണ്യമായി ഉയർത്തുന്നത്. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണമാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഗണ്യമായി ഉയരും. തത്ഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. 2 ശാഖകളായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അറബിക്കടൽ ശാഖയുണ്ട്, ബംഗാൾ ഉൾക്കടൽ ശാഖയുമുണ്ട്. ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്ന പർവ്വതനിരകളാണ്. യെല്ലോ കളറിലാണ് ഉത്തരേന്ത്യൻ സമതലത്തെ കൊടുത്തിരിക്കുന്നത്. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ശാഖകളായിട്ട് പിരിയുന്നു. ഒന്ന് കിഴക്കൻ ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാവട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറും. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ
മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മഴ എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കി. അറബിക്കടൽ ശാഖ ഉണ്ട്, ബംഗാൾ ഉൾക്കടൽ ശാഖകളൊക്കെ കുറിച്ച് മനസ്സിലാക്കി. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തെക്കുറിച്ചാണ്. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങും. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യും. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാൽ ഈ കാലത്തെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കും. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കും. ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ഉഷ്ണമേഖല, ആർദ്ര ഇലപൊഴിയും കാടുകൾ നോക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏറെ വൈവിധ്യമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം. മനുഷ്യന്റെ ഇടപെടലില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളെ നമുക്ക് നോക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പു നിലവനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായി തിരിക്കാം: വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകളും. ഓക്കെ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആർദ്ര ഇലപൊഴിയും വനങ്ങളെന്നും അതുപോലെ തന്നെ വരണ്ട ഇലപൊഴിയും വനങ്ങളെന്നും. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കും. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. എവിടെയൊക്കെയാണ് വരണ്ട ഇലപൊഴിയും വനം? യുപിയിലും അതുപോലെ തന്നെ ബീഹാറിലുമൊക്കെ കാണപ്പെടുന്നത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ്, ഭാബർ മേഖലയിൽ, സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം എന്താണ് കാണുന്നത്? ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. തേക്ക്, സാൽ ശിഷാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖലയിലെ ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലും തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശത്ത് കൈവരുന്നു. വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കും. തൽഫലമായി ഈ വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി കാണുന്നു. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. മഴക്കുറവും കന്നുകാലി മേഖലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിലെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ബാബുൽ, അതുപോലെ തന്നെ ബെർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു.
രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലുള്ള ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പു നിലങ്ങൾ അഥവാ സ്വാമ്പ് ഫോറസ്റ്റ്. പശ്ചിമ ബംഗാളിലും ഗംഗാ സമതലത്തിന്റെ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ അഥവാ മാൻഗ്രൂവ്സ്. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. ഉഷ്ണമേഖല മുൾക്കാടുകളെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാൻഗ്രൂവ്സ് ഒക്കെ കാണാം. നെക്സ്റ്റ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപഗ്രഹ ചിത്രമുണ്ട്. സുന്ദരി കണ്ടലിൻ്റെ ചിത്രമൊക്കെയാണ് കാണുന്നത് നമ്മൾ. നെക്സ്റ്റ് ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങൾ. പിക്ചറിൽ കൊടുത്തൊക്കെ ഒന്ന് നോക്കൂ നിങ്ങൾ. എന്തൊക്കെയാണ് കൊടുത്തത്? കണ്ടൽക്കാട്, പർവ്വതങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനം, നിത്യഹരിതം, ഉഷ്ണമേഖല, മുൾക്കാട്, ഉത്തരേന്ത്യൻ സമതലം, ഇതൊക്കെയാണ് പിക്ചറിൽ നമുക്ക് കാണുന്നത്. എല്ലാം എവിടെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കണേ. കേരളമൊക്കെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണാം. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഗാദർ, ബങ്കർ എന്നിവയാണിവ. ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളിലെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതലും നേർത്തതും കളിമണ്ണ് കലർന്നതുമാണ്. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. മധ്യഗംഗാ സമതലത്തിന്റെ തെക്ക് ഭാഗത്തായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമുള്ള മണ്ണാണ് ചുവപ്പ് നിറം നൽകുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് എന്താണ്? ലവണ മണ്ണാണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജലക്കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവാണ്. നമുക്കറിയാം അല്ലേ, ജലാംശമൊക്കെ വളരെ കുറവായിരിക്കും എവിടെ ഉണ്ടാവുക? രാജസ്ഥാൻ പോലെയുള്ള മരുഭൂമിയിലുണ്ട്. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലം ചെമ്മണ്ണ്, മഞ്ഞമണ്ണ്, ചെങ്കൽ മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തുള്ള മണ്ണിനങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്തോളൂ നിങ്ങൾ. എവിടെയാണ് വനമണ്ണ് കാണപ്പെടുന്നത്, എവിടെയാണ് ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നത് എന്നൊക്കെ നോക്കൂ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം, നമുക്കൊരു ഐഡിയ വേണം. നെക്സ്റ്റ് ജനജീവിതത്തെ കുറിച്ച് കൂടി പഠിക്കാനുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിലെ ഒരു നഗരപ്രദേശമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ 1/4 ഭാഗത്തു നിന്നും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ സമതലത്തിലാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായിട്ടുള്ള കൃഷിരീതി ഈ മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി. ധാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളിലൂടെ റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി.
ഫലഭൂയിഷ്ടമായ ഒരു ഉത്തരേന്ത്യൻ സമതലത്തെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സമതലത്തിലെ ധാന്യകൃഷിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ കഴിയാനായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്, തെക്ക് പടിഞ്ഞാറൻ. ഓക്കെ. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക വിളയാണ് സെയ്ദ്. നമുക്ക് നോക്കാം. ഖാരിഫ് ജൂൺ മുതൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കോളം നിങ്ങൾ എന്തായാലും പഠിക്കണം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണേ. എക്സാമിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഖാരിഫ് നോക്കൂ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര ഇതൊക്കെയാണ് പ്രധാന ഇനങ്ങൾ. റാബി ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകളായിട്ടുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായവയാണ് റാബി വിള. സെയ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ. പച്ചക്കറിയും പഴങ്ങളും കാലിത്തീറ്റ മുതലായവയാണ് നമ്മൾ സെയ്ദായിട്ട് പഠിക്കുന്നത്. ഇതിനൊരു കോഡുണ്ട്. ഖാരിഫ് നല്ല ചോളം കരിച്ച് തിന്നണം എന്നാണ്. നല്ല ചോളം എന്ന് പറഞ്ഞാൽ നെല്ല്, കരിച്ച് എന്നുള്ളതിനകത്ത് നമുക്ക് ഖാരിഫ് നടക്കുക. ചോളം, ചണം, തിനകളൊക്കെ വരുന്നത് ഖാരിഫിലാണ്. അങ്ങനെ എന്തെങ്കിലും കോഡിട്ട് പഠിച്ചു വെച്ചാൽ മറന്നുപോകില്ല. ഓക്കെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉടനീളം ഈ വിളകളെല്ലാം കൃഷി ചെയ്യപ്പെടുന്നില്ല. പ്രാദേശികമായി ഈ വിളകളുടെ വിതരണത്തിലും കൃഷിരീതിയിലും വ്യത്യാസങ്ങൾ ഏറെയുണ്ട്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഉത്തര മഹാസമതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി, അതിന്റെ കിടപ്പ്, അത് രൂപം കൊണ്ട പ്രക്രിയകൾ എന്നിവയെക്കുറിച്ച് എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ചാപ്റ്ററിൽ, അല്ലേ? രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നതാരാണ്? ഉത്തര മഹാസമതലമാണ്. ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ അതിലൂടെയാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം ഒക്കെ ഈ ഉത്തര മഹാസമതലത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഒരൊറ്റ ചാപ്റ്റർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ക്ലാസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ആണ് നമുക്ക് നൽകുന്ന സപ്പോർട്ട്. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഇടാൻ പ്രോത്സാഹനമാവുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു എവരി വൺ.